പ്രിയപ്പെട്ടവരെ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും സാധാരണ പോലെ പ്രഭാതം പൊട്ടിവിടർന്നു. സൂര്യൻ ഉദിച്ച് ഉയർന്നു. പക്ഷികളൊക്കെ കളകളാരവം അരുവികൾ മുഴക്കുന്ന പോലെ പക്ഷികൾ ചലബലാന്ന് ചലിച്ചുകൊണ്ടേ പറക്കുന്നു. ഇന്നലെ ഇവിടെ ഒരു മഴ പെയ്തു കേട്ടോ. പാലക്കാട് ആദ്യമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ പ്രശാന്തി നഗറിൽ എന്നോ ഒരു ദിവസം ഒരു ചെറിയ മഴ പെയ്തു. ഇന്നലെ ഒരു അരമണിക്കൂർ നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മുടെ ദൈവം കനിഞ്ഞു. ഋഷ്യശൃംഗം വരണ്ടിയൊന്നും വന്നില്ല. പ്രകൃതി തന്നെ കനിഞ്ഞു. ഇന്നിപ്പോൾ പക്ഷേ അതിനും കൂടെ ഭയങ്കര ചൂടാട്ടോ. സമയം ഇപ്പോൾ 7:45 ഉള്ളൂ. പക്ഷേ അതിഭയങ്കരമായ ചൂടാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ടിരുന്നു നല്ല ചൂടാണെന്നേ. അപ്പം ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ പ്രഭാത പരിപാടികളൊക്കെ നടക്കാൻ പോകല തുടങ്ങിയതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. ഇന്നപ്പോൾ എന്താണെന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ട്രഡീഷണലായിട്ടുള്ള പണ്ട് നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിരുന്ന നമ്മുടെ തീന്മേശ എന്നൊന്നും പറയാനില്ല, കിട്ടുന്നിടത്തൊക്കെ ഇരുന്ന് കഴിക്കും. പണ്ട് അങ്ങനല്ലേ, ഡൈനിങ് ടേബിളും ഡൈനിങ് റൂമും ഒന്നും ഇല്ലല്ലോ അന്നൊന്നും. കിട്ടിയ റൂമൊക്കെ കിട്ടിയിടത്തൊക്കെ ഇരുന്നൊക്കെ ഓരോരുത്തർ. പക്ഷേ അതിലൊരു സുഖമുണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കളയിൽ നിറസാന്നിധ്യമായിരുന്ന ഒരു പലഹാരമാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. എല്ലാ ദിവസവും ഇഡ്ഡലിയും ദോശയെടുത്തുനിന്ന് മടുത്തന്നേ. പിന്നെ അത് തന്നെ ഇത് അരിയുമല്ലേ. അപ്പോൾ ഇന്ന് ഗോതമ്പ് കൊണ്ട് നമുക്ക് ഒരു പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ സരസ്വതി സരയിലേക്ക് ക്ഷണിക്കുകയാണ്. വരൂ, നമുക്ക് തുടങ്ങാം അല്ലേ. എല്ലാവർക്കും ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം. യെസ്, ഇന്ന് നമ്മൾ വരുന്നേ, നമ്മൾ ക്ഷമയോടെ ഇരിക്കും. അവിടെ എല്ലാവരും ക്ഷമയോടെ ഇരിക്കൂ. ഞാൻ ഓരോന്നായിട്ട് എടുക്കട്ടെ. ഇതാ ഗോതമ്പ് പൊടി എടുത്തു. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇടാം. എടുക്കട്ടെ. ആവശ്യാനുസരണമുള്ള ഗോതമ്പ് പൊടി എടുക്കാം. കുറച്ച് മതിയല്ലോ. ഇതാ ഇവിടെ പൊക്കി വയ്ക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വെള്ളം ഉപ്പ് വെച്ചിട്ട് കുഴക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഒഴിക്കാം. കുറച്ച് വെള്ളം, ഇത് കുഴയ്ക്കാനുള്ള വെള്ളം. ഇനി കുറച്ച് ഉപ്പും കല്ലുപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കലക്കിയും വെച്ചിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്കിടാം. ഇനി ഇതൊന്ന് കുഴയ്ക്കട്ടെ.
നമുക്കിതൊന്ന് കുഴയ്ക്കാം. കുഴയ്ക്കുന്നതിനൊക്കെ ഒരു പാകമുണ്ട് കേട്ടോ. ആ പാകത്തിന് വേണം നിങ്ങൾ കുഴച്ചെടുക്കാൻ. വെള്ളം ആയി പോകരുത്, ഡ്രൈയും ആകരുത് കേട്ടോ. വെള്ളം ആയി പോകരുത്, ഡ്രൈയും ആകരുത്. അതാണ് അതിൻ്റെ. നന്നായിട്ട് കുഴയ്ക്കണം. ആ ഉപ്പൊക്കെ അതിൽ പിടിക്കണം കേട്ടോ. പോരാ, ഒരല്പം പൊടി കൂടിട്ടെ. ഒരല്പം, ഒരിത്തിരി വെള്ളം കൂടിപ്പോയി. ഒരല്പം പൊടി കൂട്ടിടാം. അല്പം പൊടി കൂട്ടിടാം. ആകാശമായവളേ, അകലെ പറന്നവളേ, ചിറകായിരുന്നല്ലോ നീ. കണ്ട ഈ പരുവം പോരാ, ഇതിലൂടിടാം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചൊഴിക്കണം കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടി വേറെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ ചേർക്കാൻ പറ്റിയത്. അപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കുക. ഞാൻ ഒഴിച്ചപ്പോൾ ഇത്തിരി അങ്ങ് വീണ് പോയി കേട്ടോ. അപ്പോൾ ഉപ്പും ഇത് പാകം. ഉപ്പും വെള്ളവും വെച്ച് നമ്മൾ ഈ ഗോതമ്പ് പൊടി കുഴയ്ക്കുക. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്, വളരെ ട്രഡീഷണലാണ്. നമ്മുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ നമ്മൾ ഓർത്തു പോവുകയാണ്. അവരെ നമ്മൾ എപ്പോഴും ഓർക്കും. എങ്കിൽ പോലും ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ഒരു മണവും അവരുടെ ഒരു മുഖവും അവരും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അല്ലേ? സത്യമല്ലേ? പറയൂ. ഇതാണ് പാകം. ഉണ്ടോ? ഇതാണ് പാകം. നല്ലോണം കുഴയട്ടെ. അതവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ ആകും. അത് സാരമില്ല, അതൊക്കെ കൈക്കേ ഹെൽത്താണ്. ഇതൊക്കെ കുഴച്ചെടുക്കുന്ന നമ്മുടെ വിരലുകൾക്കും കൈക്കുമൊക്കെ എക്സസൈസാണ്. എല്ലാം മെഷീനായാൽ പറ്റുമോ? പിന്നെ നമ്മുടെ കൈക്കൊക്കെ നല്ല ഭംഗി വയ്ക്കും. ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ സ്കിന്നിനെ നല്ല ക്ലീനാക്കാൻ നല്ലതാണ് ഗോതമ്പ് പൊടി, അരിപ്പൊടി, കോറപ്പൊടി, ഇതെല്ലാം സ്കിന്നിന് നല്ല ഒരു ക്ലെൻസിങ് ഏജൻ്റാണ്. ഇനി ഞാൻ കൈ ഒന്ന് കഴുകട്ടെ കേട്ടോ. കൈ കഴുകിയിട്ട് വരട്ടെ. ഞാനൊന്നും പോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നെ കാണാത്തപ്പോൾ ടീച്ചർ മുങ്ങിന്നൊന്നും നിങ്ങൾ വിചാരിക്കണം. ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. നിങ്ങൾക്കൊക്കെ ഇന്നത്തെ എന്തൊക്കെയാണോ ആവോ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല അല്ലേ? ഇതപ്പോൾ ഇതാ കുഴച്ചു പിടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതവിടെ കുഴച്ച് വെച്ചു. ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ. പൊടി വീണവിടെ ഇല്ല. അതൊരു 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇരിക്കണമെന്നൊന്നും ഇല്ല, 2 മിനിറ്റ് ഒന്നും വെക്കണമെന്നൊന്നുമില്ല. ഞാൻ ഇവിടെ ഒന്ന് തുടയ്ക്കട്ടെ. ഇവിടെയൊക്കെ പൊടി വീണു. പൊടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവില്ലേ. അതൊരു സെക്കൻഡ് അവിടെ ഇരിക്കട്ടെ.
സെക്കൻഡ് ഇരുന്നാൽ മതി കേട്ടോ. ഇനി അടുത്തത് ഇതാ വാഴയില കൊണ്ടുവന്ന് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴയില കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. വാഴയില കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മധുരമുള്ളതും ഉണ്ടാക്കാം, മധുരമില്ലാതെയും ഉണ്ടാക്കാം. ഡയബറ്റിക് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മധുരം ഇടണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം, ആവശ്യത്തിലുള്ള നാളികേരം. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള നാളികേരം എടുക്കാം. നമുക്ക് നാളികേരം ഇത് ചേർക്കണം. ഇത് മധുരവും ചേർക്കാം. മധുരം വേണ്ടവർക്ക് ഈ നാളികേരത്തിലേക്ക് കുറച്ച് വെല്ലം പാവാക്കി വെച്ചിട്ടുണ്ട്, അതെടുക്കാം. വെല്ലം നമ്മൾ പാവാക്കി വെച്ചിട്ടുണ്ട്. വെല്ലം ഉണ്ടോ? വെല്ലം ഉരുക്കി അരിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് ഈ നാളികേരത്തിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് മിക്സ് ചെയ്യണം. വേണ്ടവർക്ക് ജീരകം ഏലക്കായ ഇടാം, പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. ജീരകം ഏലക്കായ ഇട്ട ഒരു അടയുടെ, ഇത് ഓട്ടടയാണ്, ഓട്ടിൽ ഉണ്ടാക്കുന്ന അട. മറ്റേ ആവിയിൽ ഉണ്ടാക്കുന്നതിന് ജീരകം ഏലക്കായ ഇടാം, ഇതത് വേണ്ട. അപ്പോൾ കൈ നനയ്ക്കകത്തിൽ വെള്ളം എടുക്കട്ടെ. എന്നിട്ട് ഈ ഇലയിലേക്ക് പരത്താം. യെസ്, കം. ഇലയിലേക്ക് നമുക്കിത് പരത്താം. അപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം നിങ്ങൾക്ക്. നമുക്ക് ഈ അടുപ്പത്ത് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതാ നല്ല കനമുള്ള ചീനച്ചട്ടി ഓട് വെക്കണം. ചട്ടി നല്ലതാണ്. ചട്ടി എപ്പോഴും ചട്ടിയിലാണ് ഉണ്ടാക്കുക. ഇത് ചീനച്ചട്ടി അലുമിനിയം ഉപയോഗിക്കുമെന്ന് പറയും. പക്ഷെ നമുക്ക് അലുമിനിയത്തിനെ ഒന്നും പൂർണ്ണമായിട്ടും പാടെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. ഇത് ഹിൻഡാലിയുമാണ് ഈ ചീനച്ചട്ടി. ഹിൻഡാലിയം നല്ല കട്ടിയാണ്. ചെറിയ തീരെ അവിടെ കിടക്കട്ടെ. നമ്മളിതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് എൻ്റെ 2 ഫോണുണ്ട്. രണ്ടും സോറി 2 ഫോണല്ല, 2 മൈക്കുണ്ട്. 2 താഴെ വീണ് പൊട്ടി. ഇതോ ഇത് 2 അല്ല 3 എണ്ണം ഉണ്ട്. പക്ഷേ ഈ കുത്തുന്ന പിന്നെ പൊട്ടി ദൂരെ മാറിപ്പോയി. ഈ ഇത് നമ്മൾ ഫോണിന് അടിയിൽ കുത്തുന്ന പിന്നല്ലേ, ആ പിന്നങ്ങ് പൊട്ടി താഴെ പോയി. ഇത് 3 മൈക്കുണ്ട്. 2 പ്രാവശ്യം മേടിച്ചപ്പോൾ കിട്ടിയതാണ്. ഒരു തവണ മേടിച്ചപ്പോൾ 2 മൈക്ക് കിട്ടി. ഒരു തവണ ഒന്നേ ഉള്ളായിരുന്നു. പക്ഷേ കുത്തുന്നത് ഒരിക്കൽ ഒടിഞ്ഞു പോയി, ഒരിക്കൽ താഴെ വീണ് പൊട്ടിപ്പോയി. അതുകൊണ്ടിപ്പോൾ എൻ്റെ സൗണ്ടിൽ തന്നെയാണ്. എനിക്ക് സൗണ്ട് ഉണ്ടല്ലോ അല്ലേ, പിന്നെന്താ. അപ്പോൾ നമുക്ക് ശിവകായിരുന്നല്ലോ മാനുപോയി
കറക്റ്റ് കാണിക്കാനൊന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷമിക്കുക. നമുക്കിത് പരത്തിയെടുക്കാം. വെള്ളം കൈ തുറന്നു കേട്ടോ. എന്നിട്ട് ഇതാ കുറച്ചെടുക്കാം. ഒരു വേവ് തരും. നല്ലോണം വേകണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കനം കുറച്ച് പരത്തണം കേട്ടോ. എത്രയും കനം കുറയുന്നു അത്രയും ടേസ്റ്റ് കൂടും. കൈ വെള്ളം മുക്കണം കേട്ടോ, എന്നാലേ കൊള്ളുള്ളൂ. ഇത് കയ്യെ പിടിക്കും. പരത്തുമ്പോഴും വെള്ളം തൊടണം കേട്ടോ. മൈക്കോ ഇല്ല, അതിലൂടെ ഫാനും കൂടെ കറങ്ങുമ്പോൾ അത് ശബ്ദമൊന്നും കേൾക്കാതാവും. സൂപ്പർ. ഇനിയും ഇതിൻ്റെ നടുക്കേക്ക് നമുക്ക് ഇത് മധുരമില്ലാതെ വയ്ക്കുന്നതാണ്. ഇനിയും ഞാൻ മധുരമുള്ളതും ഉണ്ടാക്കും. എനിക്ക് മധുരം പാടില്ലല്ലോ, അപ്പോൾ തേങ്ങ മാത്രം. ഇതിൻ്റെ കൂടെ അല്പം വെല്ലപ്പാവും കൂടെ ഒഴിക്കുമ്പോൾ മധുരമാകും. നമ്മുടെ ചീനിച്ചട്ടി മീൻസ് ഓട്. ആവിയല്ലാതെ വെള്ളം തൊടാതെ ചെയ്യുന്നതുകൊണ്ടാണ് ഓട്ടട. തിരി നീട്ടി ഇനി ഒന്നുകൂടെ ഉണ്ടാക്കാം. അടുത്തരി എടുക്കാം. ഫാനൊന്നും ഓഫാകണം. ഈ ഫാനുണ്ട്, ശബ്ദം ഒന്നും കേൾക്കില്ല. ഫാനുണ്ടെങ്കിലേ ശബ്ദം കേൾക്കില്ല. മൈക്കും ഇല്ലല്ലോ. ഇനി മൈക്കൊന്നും മേടിക്കുന്നില്ല തോന്നില്ല. അടുത്ത അത് നമുക്ക് മധുരം ഇട്ടുണ്ട്. ഇത് നമുക്ക് മധുരം ഇട്ടുണ്ടാക്കാം. നിന്നോട് നീക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മധുരം ഇട്ടുണ്ടാക്കാം. അതിന് നമുക്ക് ഇതാ വെല്ലപ്പാവ് എടുക്കാം. വെല്ലപ്പാവ് ഇതിലേക്ക് കുറച്ച് നാളികേരം ഇട്ടു. കുറച്ച് നാളികേരം എടുത്തു. അതിലേക്ക് ഒരല്പം വെല്ലപ്പാവ്, ശകലം. അത് മധുരമുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും നമ്മുടെ വീടുകളിലൊക്കെ പണ്ടുണ്ടാക്കും. മുതിർന്നവർക്ക് മധുരം ഇട്ടും ഉണ്ടാക്കും, അല്ല മധുരം ഇടാതെ ഉണ്ടാക്കും. പിള്ളേർക്കൊക്കെ മധുരം ഇട്ടും ഉണ്ടാക്കും. കൈ മുക്കുക.
നമുക്ക് പരത്താം കേട്ടോ. അൻപത്തൊന്നക്ഷരാളി കലിതതനുലതേ വേദമാകുന്ന ശാഖീകൊമ്പത്തമ്പോടു പൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർവാണടമ്പ ദശമനസുഹൃദോ ഭക്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാധീശ്വരി വിശ്വനാഥേ. ഇനി നമുക്ക് ഈ മധുരമുള്ളത് ആലംഭോരാശി മധ്യേ. ഇതൊന്ന് തിരിച്ചിടട്ടെ. ഒരു ഭാഗം മൂക്കുമ്പോൾ നമ്മൾ അടുത്ത ഭാഗം തിരിച്ചിടണം, മറിച്ചിടണം. അത് മൂക്കുന്ന ഭാഗം നമ്മൾ മറിച്ചിടണം. ആലംഭോരാശി മധ്യേ ശശധരധവളേ ശേഷഭോഗേ ശയാനം മേളങ്കോലും കളായദ്യുതിയൊടു പടതല്ലുന്ന കാന്തിപ്രവാഹം. ഇതാ നോക്കൂ, ഇത് മധുരമുള്ളത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുകൊണ്ടും മധുരതരമാകട്ടെ. ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്തത് വയ്ക്കാൻ പോകുന്നു. ഈ പാത്രം ഒന്ന് തുടയ്ക്കട്ടെ. യാ സൃഷ്ടിഃ സൃഷ്ടുരാദ്യാ മഹതി വിധിഹുതം യാ കവിർ യാ ജഹോത്രീ യത്വേ കാലം വിദത്ത ശ്രുതിവിഷയഗുണാം യാ സ്ഥിതാ വ്യാപ്യ വിശ്വം യാമാഹുഃ സർവബീജപ്രകൃതിരിതി യയാ പ്രാണിന പ്രാണവന്തം പ്രത്യക്ഷാഭിപ്രതിഷ്ഠം തനുവിരവധുഭിർ അഷ്ടാഭിദീശഃ. അഷ്ടദിക്പാലകന്മാരെ സ്തുതിച്ചുകൊണ്ട് ഭൂമിദേവിയെ കാത്തുരക്ഷിക്കുന്ന, നമ്മളെ കാത്തുരക്ഷിക്കുന്ന അഷ്ടദിക്പാലകന്മാരെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത ഭക്ഷണം നമുക്ക് രുചികരമായി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം അല്ലേ. ഇനിയിപ്പോൾ ഇത് എളുപ്പമാണ്. ഇതിപ്പം നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ പിന്നെ ഒന്നും വേണ്ടില്ല, കടലയോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. ഇതിന് നമുക്ക് ചമ്മന്തി വേണ്ട, സാമ്പാർ വേണ്ട, കടല വേണ്ട, പഴം വേണ്ട, ഒന്നും വേണ്ട. ഇത് മതി. അപ്പോൾ എളുപ്പമല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്
എത്ര എളുപ്പമാണ് അല്ലേ? അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കൂ, ഒരു വെറൈറ്റി, ഒരു മാറ്റം. നമുക്ക് പഴമയോടൊന്ന് അടുക്കണ്ടേ, പഴയതിനെയൊക്കെ നമുക്കൊന്ന് ഓർക്കണ്ടേ. അപ്പോൾ ഇന്ന് നമുക്ക് മധുരം വെച്ച ഓട്ടടയും ഇത് മധുരം, അത് മധുരം വെക്കാത്ത ഓട്ടട, ഇത് മധുരം വെച്ച ഓട്ടട ഉണ്ടാക്കാൻ പോകും. അടുത്തത് നമുക്കിടാം. ഇത് മധുരമുള്ളതാണ് കേട്ടോ. ഇവിടെ നോക്കട്ടെ. അടുത്തതും കൂടെ നമ്മൾ ഇട്ടു. ഇതിൽ നമ്മൾ അടുത്തതും കൂടി ഇട്ടു. അതും ഒരു വശം മൂക്കുമ്പോൾ അടുത്ത വശം നമ്മൾ തിരിച്ചിടണം. തിരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഈ വശം ആകുമ്പോൾ അടുത്ത വശം. ഇതിപ്പോൾ ഒന്ന് നമ്മൾ എടുത്തു. നോക്കൂ, ഇപ്പം ഇനി നമുക്ക് ഇലയിൽ നിന്ന് മാറ്റാം. ഇത് മധുരം ഇടാത്ത ഓട്ടട. ഇത് അടുത്ത വശം തിരിച്ചിടട്ടെ. ഒരു വശം മൂത്തു, അടുത്ത വശം തിരിച്ചിടാം. 2 വശം ഇട്ടു. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്വാദിഷ്ടമായ ഓട്ടട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ പറയണം കേട്ടോ. സോ ടേസ്റ്റി, സോ ഹെൽത്തി. എല്ലാവരും കുക്കായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പലഹാരം തന്നെയാണ്, എങ്കിലും ഞാനിന്ന് ഇതാണ് തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങളെ അത് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മുടെ പൂർവികരെയൊക്കെ, നമ്മുടെ അമ്മമാരും ഒക്കെ അടുക്കളയിൽ നിന്ന് ചെയ്യുന്നതൊക്കെ ഓർമ്മ വന്നില്ല എല്ലാവർക്കും. തിരിച്ചു വീണ്ടും സൂക്ഷിച്ചൊക്കെ എടുക്കണം കേട്ടോ, അല്ലെ കൈയൊക്കെ പൊള്ളും. തിരിച്ചിട്ട് വളരെ സൂക്ഷിക്കണം, അല്ലെ ചീനിച്ചട്ടിയിലോ ഓട്ടിലോ വല്ലതും കൈ തട്ടിയാൽ പൊള്ളും. അപ്പോൾ നാളികേരം, ഗോതമ്പ് പൊടി, വെല്ലം, ഇത് മാത്രമേ ഉള്ളൂ. വെല്ലം വേണ്ടവർക്ക്, മധുരം വേണ്ടവർ മാത്രം വെല്ലം എടുത്താൽ മതി. അല്ലാത്തവർ ഈ നാളികേരം മാത്രം, ഗോതമ്പ് പൊടി, ഉപ്പ് ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യാനുസരണമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്ത് അതിനെ വെള്ളമാകാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ കൊഴുക്കട്ടയുടെ പരുവമില്ലേ, അതുപോലെ കുഴച്ചെടുത്ത് ഇലയിൽ പരത്തി നടുക്ക് നാളികേരം, മധുരമുള്ളവർക്ക് മധുരം ഇട്ട വെല്ലത്തിനകത്ത് നാളികേരം ഇട്ട് മിക്സ് ചെയ്തതുണ്ട്, നാളികേരം മാത്രമുണ്ട്. ഇതിലേതാണെന്ന് വെച്ചാൽ ഇട്ട് മടക്കി ഓട് മൂത്ത് കിടക്കുമ്പോൾ അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും മൂക്കുമ്പോൾ പാകമാകുമ്പോൾ അതിനെ എടുക്കുക. അതാണ് ഇന്നത്തെ അടുത്തത്.
ഒന്ന് ഇലയിൽ നിന്ന് നീക്കിയതും ഒന്ന് ഇലയിൽ നിന്ന് നീക്കാത്തതും. ഇത് മധുരമുള്ളത്, ഇത് മധുരമില്ലാത്തത്. എല്ലാവർക്കും ഇഷ്ടമായോ? ആയെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ.